നവരാത്രി സ്പെഷ്യലായിട്ട് ഇന്നിവിടെ നമ്മൾ 3 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ലഡു ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ബേക്കറിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന യെല്ലോ കളർ ലഡു ഉണ്ടല്ലോ, അപ്പോൾ അത് അങ്ങോട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 കപ്പോളം കടലപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിൽ അധികം കട്ടിയല്ലാത്ത അല്ലെങ്കിൽ അധികം ലൂസ് അല്ലാത്ത രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഇതുപോലുള്ള അരിപ്പ കയ്യിലേക്ക് ഓരോ കയ്യിൽ വീതം നമ്മൾ ഒഴിച്ചിട്ട് ഇതുപോലെ ബൂന്തി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഈ കുട്ടി കുട്ടി ബോൾസാണേ. അപ്പോൾ ഇത് അധികം അങ്ങോട്ട് വെന്ത് പോകരുത്, അതായത് ബ്രൗൺ ആകാനോ അല്ലെങ്കിൽ അധികം അങ്ങോട്ട് കരിഞ്ഞ് ക്രിസ്പി ആവാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് വേവിച്ച ശേഷം ഇതുപോലെ നമുക്ക് അങ്ങോട്ട് കോരി മാറ്റാം. ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഇതുപോലെ കോരി മാറ്റണമെന്നേ ഉള്ളൂ, അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി ചൂട് ചെറുതായിട്ട് നാറിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഏകദേശം ഒരു 3 ഏലക്കായോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര, ഏകദേശം 1 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു പശപ്പ് വരില്ലേ, നമുക്കിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ഒരു പറ്റ് തോന്നണം. അപ്പോൾ ആ രീതിയിലായി കഴിഞ്ഞാൽ നമ്മുടെ ബൂന്തി കംപ്ലീറ്റ് ഇനി അതിലേക്ക് ആഡ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു ടൈമിൽ അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി ഒന്ന് നന്നായി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് തൊടാൻ പാകത്തിൻ്റെ ചെറിയ ചൂടുള്ള സമയം തന്നെ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി ഈസി. ഇനി കാരണം ഡ്രൈ ആയി പോവും, അല്ലെങ്കിൽ നമ്മൾ അധികം തണിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കറക്റ്റ് ഷേപ്പ് അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഞാനിവിടെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഇനി അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു പീസ് മുന്തിരിയാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ യെല്ലോ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഇനി അടുത്ത ലഡു ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒന്ന് റവയാണ്. ആവശ്യത്തിന് റവ എടുക്കുക. പിന്നെ അതുപോലെ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് അതിൻ്റെ നീര് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ റവ കംപ്ലീറ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം 2 കപ്പോളം നമ്മൾ റവ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. റവ വറുത്ത് മാറ്റിയ ശേഷം ഇനി ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. നേരത്തെ പോലെ തന്നെ നമ്മൾ പഞ്ചസാരയും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് യോജിപ്പിച്ച് വന്നതിന് ശേഷം ചിരകിയ തേങ്ങയാണ്. തേങ്ങ കുറച്ച് അധികമായി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ലഡുവിന്. പിന്നെ ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കായി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ 2 രീതിയിൽ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നേരെ പകുതിയായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതിലേക്കാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ജ്യൂസ്, ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക. കാരണം അധികമായി പോയാൽ നമ്മുടെ മിക്സ് വല്ലാതെ ലൂസായി പോവും. അപ്പോൾ അങ്ങനെ ആവരുത്. അപ്പോൾ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്തിട്ട് കളറൊന്ന് ബാലൻസ് ചെയ്തെടുക്കുക. റവ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഫസ്റ്റ് മിക്സ് ഇവിടെ ബോൾസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു ഡെക്കറേഷൻ എന്ന രീതിയിൽ ഒരു മുന്തിരിയാണ് വെച്ച് കൊടുക്കുന്നത്. അതാണ് കളർ കോമ്പിനേഷൻ കൂടുതൽ രസം. അപ്പോൾ അത് ഇതുപോലെ ബോൾസാക്കിയിട്ട് കംപ്ലീറ്റ് മുന്തിരി വെച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ബീട്രൂട്ട് ലഡു ഇതുപോലെ അങ്ങോട്ട് ബൗൾസാക്കി എടുക്കാം. അപ്പോൾ ഇതിലൊരു ഡെക്കറേഷനായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പാണ് വെച്ച് കൊടുക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ അത് മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിക്കാനായാലും നല്ല സ്മെല്ലും ഉണ്ട്. കൊതി അടക്കി പിടിച്ചിട്ടാണ് ശരിക്കും ഇത് ബൗൾസാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ നല്ല ഭംഗിയിൽ ബൗൾസാക്കി മാറ്റാം. അപ്പോൾ ഇന്നത്തെ നവരാത്രി സ്പെഷ്യലായിട്ട് നമ്മുടെ 3 ഡിഫറെൻറ്റ് ടൈപ്പ്, ടേസ്റ്റിലായാലും കളറിലായാലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ലഡു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അതുപോലെ തന്നെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ്. ഇതുവരെ ലഡു ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.